നമ്മുടെ ലാപ്ടോപ്പിലും പി സിയിലൊക്കെ കണ്ടിരുന്ന നമ്മുടെ അഡോബിൻ്റെ ആഫ്റ്റർ എഫക്ട്സും അതുപോലെ തന്നെ നമ്മുടെ ഡാവിഞ്ചി റിസോൾവ് എന്ന സോഫ്റ്റ്വെയറും ഈ രണ്ട് സോഫ്റ്റ്വെയറും ഒരു ഒറ്റ ആപ്പിനകത്ത് നമ്മുടെ ഫോണിനകത്തുള്ള ഒരു ഒറ്റ ആപ്പിനകത്ത് വന്നാലും പൊളിയായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ആപ്പിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നോഡ് വീഡിയോ എഡിറ്റർ എന്നാണ്. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡോബ് ആഫ്റ്റർ എഫക്ട്സും അതുപോലെ തന്നെ ഡാവിഞ്ചി റിസോൾവും ഒക്കെ കൂടിയുള്ള ഒരു എന്താ പറയുക, അതിലൊക്കെ ഉള്ളൊരു ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കളർ ഗ്രേഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ എന്താ പറയുക VSCO അല്ലെങ്കിൽ എന്താ പറയുക BN വീഡിയോ ഇട്ട് ഇൻഷോട്ടിലൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല, ലൈറ്റ് മോഷനൊക്കെ കാണുന്ന പോലെയല്ല. ഇതിൽ നിങ്ങൾക്ക് എന്താ പറയുക കളർ വീൽസ് ഉണ്ട്. നമ്മുടെ ഡാവിഞ്ചി റിസോൾവിലുള്ള അതേ ഒരു രീതിയിലുള്ള കളർ വീൽസ് നിങ്ങൾക്ക് കാണാൻ ഞാനിപ്പോൾ സ്ക്രീൻ കാണിച്ചു തന്നിട്ടുണ്ടാവും. ലിഫ്റ്റ്, ഗാമ, ഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ വേറെ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഹ്യൂ വേഴ്സസ് ഹ്യൂ, അതുപോലെ തന്നെ ലൂമിനസ് വേഴ്സസ് സാച്ചുറേഷൻ, അങ്ങനെ പറഞ്ഞിട്ടുള്ള കർവിങ് ടൂളും അങ്ങനത്തെ ഒരുപാട് കളർ ഗ്രേഡിങ് ടൂളും അതുപോലെ തന്നെ കളർ കറക്ഷൻ അങ്ങനത്തെ ഒരുപാട് കളർ ഗ്രേഡിങ് സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ മാസ്കിങ് ഉണ്ട്, അതുപോലെ തന്നെ മോഷൻ ട്രാക്കിംഗ് ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങളൊക്കെയുള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സ്ക്രീൻ റെക്കോർഡിംഗ് കൂടി കാണുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഈ ഒരു നോട്ട് വീഡിയോ എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ഉണ്ട്, അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വാട്ടർമാർക്കൊന്നും ഇല്ല നിങ്ങൾക്ക്, പക്ഷേ ഇതിലെ കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞ ഈ കളർ ഗ്രേഡിങ്ങും മാസ്കിങ് കാര്യങ്ങളൊക്കെ മാത്രം അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രോ വേരിയൻറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. പർച്ചേസ് അല്ല, ഡെയിലി നിങ്ങൾ എന്താ പറയുക മന്ത്ലി നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് പേ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോം പോയിട്ട് നോഡ് വീഡിയോ എഡിറ്റർ മോഡ് ആപ്ലിക്കേഷൻ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പേ ചെയ്യുക. അത് കാരണം ഇത്രയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്ര ഒരു എന്താ പറയുക ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു എഡിറ്റിംഗ് ആപ്പ്. കൈൻ മാസ്റ്റർ ലൈറ്റ് മോഷനൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഇതിൻ്റെ അകത്തൊന്നുമല്ല. കാരണം സോഫ്റ്റ്വെയർസൊക്കെ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സോഫ്റ്റ്വെയറിനൊക്കെ അതേ ഒരുപാട് കാര്യങ്ങൾ അതിലൊക്കെയുള്ള ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഭയങ്കര തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് പേ ചെയ്യുക. അല്ലെങ്കിൽ മാത്രം നിങ്ങൾ ക്രോം പോയിട്ട് മോഡ് സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിത് പറഞ്ഞ പോലെ തന്നെ വെബ്സൈറ്റിൽ പോയിട്ട് ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കില്ല. നമുക്ക് നേരെ ആ ഒരു എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ. അത് ഓപ്പൺ ആക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ കാണാം, പ്രോ മോഡ്, മിനി മോഡ്. പ്രോ മോഡ് എന്ന് വെച്ചാൽ ഐ ആം ആൻ എക്സ്പേർട്ട് ലൈക്ക് ടു വീഡിയോ ക്രിയേറ്റ് മൈ ഓൺ വീഡിയോ. അതായത് നമുക്ക് തന്നെ ഇതിലുള്ള ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് തന്നെ എഡിറ്റ് ചെയ്യാം. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ ഇതിൽ ഈ പ്രോ മോഡെന്നായിരിക്കും കിട്ടുക. ഇനി മിനി മോഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എന്താ പറയുക ഇതിൽ പെർട്ടിക്കുലർ എഡിറ്റിംഗ്, അതായത് ഇപ്പോൾ എനിക്ക് ഇതിൽ വെറും കളർ ഗ്രേഡിങ് മാത്രമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ കളർ ഗ്രേഡിങ് ഓപ്ഷൻസ് മാത്രം ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു എഡിറ്റിംഗ് മാത്രം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക മോഷൻ ട്രാക്കിംഗ് ഉണ്ടെങ്കിൽ അത് മാത്രം, അല്ലെങ്കിൽ സ്മൂത്ത് സ്ലോ മോഷൻ ആണെങ്കിൽ ആ ഒരു സ്ലോ മോഷന് വേണ്ടിയിട്ടാണ് നോഡ് വീഡിയോ എഡിറ്റർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മിനി മോഡ് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ എഡിറ്റിംഗ് മാത്രം വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ മിനി മോഡ് യൂസ് ചെയ്തിട്ട് ഇതിൽ പറയുന്ന കണ്ടില്ല ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഈ മിനി മോഡ് യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ വാട്ടർമാർക്ക് ഉണ്ടാവും. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. പിന്നെ പ്രോ മോഡ് യൂസ് ചെയ്യുമ്പോൾ വാട്ടർമാർക്കൊന്നും ഇല്ല, എന്നാലും എന്താ പറയുക ഇതിൽ കുറേ ഫീച്ചേഴ്സുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോ മോഡ് യൂസ് ചെയ്യണം. ഈ പ്രോ ക്ലിക്ക് ചെയ്തെടുത്തും കൂടി കാണാൻ കഴിയും ഇതിൻ്റെ ഒരു ഇതിൻ്റെ എന്താ പറയുക മന്ത്ലി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. പെർ മന്ത് നിങ്ങൾ 260 രൂപ അടിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നോ വാട്ടർ മാർക്ക് ഇൻ മിനി മോഡ്, അതുപോലെ തന്നെ കളർ കറക്ഷൻ, കളർ ഗ്രേഡിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. പെൻ ടൂൾ, ട്രാക്കർ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ എഡിറ്റിങ്ങിലേക്ക് പോകാം. എഡിറ്റിങ്ങിലേക്ക് പോകുന്നതിന് ഇവിടെ പ്ലസ് എന്താ പറയുക ആ ഒരു ന്യൂ പ്ലസ്സേയും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു പ്ലസ്സിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വീഡിയോ ആ ഒരു ടൈം ലൈനിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് കാണാൻ തന്നെ ഭയങ്കര വിയേർഡായിട്ടുള്ള ലുക്കായിരിക്കും. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇതൊരു എന്താ പറഞ്ഞല്ലോ കമ്പ്യൂട്ടറിനൊക്കെ എഡിറ്റ് ചെയ്യുന്ന പോലത്തെ ആ ഒരു എഡിറ്റിംഗ് ഒക്കെയാണ് ഇതിലുണ്ടാവുക. കറക്റ്റ് ആഫ്റ്റർ എഫക്ട്സ് തന്നെയാണ് ഇതിലുള്ളത്. അതായത് ഡാവിഞ്ചി റിസോൾവിൻ്റെ അതേ കളർ ഗ്രേഡിങ്ങും അതുപോലെ തന്നെ ആഫ്റ്റർ എഫക്ട്സിൻ്റെ അതേ ഒരു
ലുക്കൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യണം. ഇവിടെ തന്നെ പറയുന്നുണ്ട് ക്രിയേറ്റ് എ ന്യൂ ലെയർ. അതായത് ന്യൂ ലെയർ എനിക്ക് ഇതിലേക്ക് വീഡിയോ ഒക്കെ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഇവിടെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. സോ നമ്മൾ കണ്ടില്ലേ ഇവിടെ എഡിറ്റിംഗ് ടൈം ലൈൻ, മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞാൽ എഡിറ്റിംഗ് ടൈം ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം അറിയില്ല, ആ ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് കണ്ടില്ലേ. ഇനി അടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്യാം. ഈ ബ്ലൂ കളർ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ പ്രിവ്യൂ പേജ് കൂട്ടാം. അതുപോലെ തന്നെ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ഇതാക്കാം. വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം. ബുക്ക് മാർക്ക്, പിന്നെ ഈ ടൈം ലൈനിൻ്റെ സൈസ് ഇങ്ങനെ കൂട്ടി കുറച്ച് കൊടുക്കാം. അതുപോലെ എന്താ പറയുക, എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇത് ഹോം പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്ക് സൈഡിലായിട്ടൊരു എന്താ പറയുക പ്രൊജക്ട്സ് സെറ്റിങ്സ് എന്നൊരു സംഭവം കാണാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ എന്താ പറയുക, ഇതിൽ റേഷ്യോ സെലക്ട് ചെയ്യണം. ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതായത് ഇതിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എത്ര റേഷ്യോ വേണം. അതുപോലെ തന്നെ FPS, അതുപോലെ തന്നെ ഈ പ്രിവ്യൂ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ ഈ ഒരു എഡിറ്റിംഗ് ആപ്പ് ഭയങ്കര ലാഗാണ്. കാരണം വെച്ചാൽ ഇത്രയും എഡിറ്റിംഗ് സംഭവങ്ങളൊക്കെ തരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ലാഗുണ്ട്. മാത്രമല്ല ഇതിൽ കുറേ സപ്പോർട്ടിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രിവ്യൂ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാൽ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് 10% ഒക്കെ ആക്കി കൊടുത്താൽ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നൊരു എന്താ പറയുക, നമ്മളിപ്പോൾ വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്താൽ സാധാരണ എഡിറ്റിംഗ് ഒക്കെ ഉള്ള പോലെ തന്നെ ഇവിടെ ഒരു ഇതിൻ്റെ വീഡിയോ ആയിട്ട് കാണും. അപ്പോൾ ഈ വീഡിയോ ക്ലാരിറ്റി കുറക്കാൻ കഴിയും. ഇപ്പോൾ ഈ വീഡിയോൻ്റെ പ്രിവ്യൂവിൻ്റെ ക്ലാരിറ്റി കുറക്കാൻ കഴിയും. ഇതാണ് പ്രിവ്യൂ. അപ്പോൾ ഈ പ്രിവ്യൂവിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് കുറച്ചാൽ അങ്ങനെ കുറക്കുന്ന സമയത്ത് ഇതിൻ്റെ ലാഗും കുറയുന്നതായിരിക്കും. അപ്പോൾ ഇത് 100% ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഭയങ്കര ലാഗായിരിക്കും. ചില സമയത്ത് ലാഗ് ഉണ്ടാവില്ല, വലിയ ഡിവൈസ് ഒക്കെ ഉണ്ടാവില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 50% തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തെന്ന് വെച്ചാൽ കറണ്ട് ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ലെയർ ക്ലിക്ക് ചെയ്ത് കൊടുത്താലും ഈ ലാഗ് കുറക്കാവുന്നതാണ്. പിന്നെ ഈ FPS നിങ്ങൾക്ക് 16 FPS വരെ കൊണ്ടുവരാവുന്നതാണ്. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് എന്താ പറയുക, ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് 30 എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലോട്ടേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മുകളിലോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ FPS കുറക്കാം, കൂട്ടി കൊടുക്കാം. താഴോട്ടേക്ക് നീക്കി അതിന് കുറക്കാവുന്നതാണ്. സാധാരണ എന്താ ഉള്ള പോലെ തന്നെയാണ്. അതിങ്ങനെ 13ലേക്ക് ഇട്ട് കൊടുത്തു. അതിന് റേഷ്യോ സെലക്ട് ചെയ്തിട്ട് മാറ്റിയാവുന്നതാണ്. ഞാനിപ്പോൾ 16 ഞാൻ തന്നെ സെലക്ട് ചെയ്ത് കസ്റ്റം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം. പ്ലസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം മീഡിയ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, വീഡിയോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, വീഡിയോ, ഫോട്ടോ, അതുപോലെ തന്നെ വീഡിയോനകത്തുള്ള ഓഡിയോ, അങ്ങനെ എല്ലാ കാര്യം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു എന്താ പറയുക ഇൻട്രോ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് സ്കിപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് വീഡിയോ. അപ്പോൾ ഒക്കെ വീഡിയോ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്യാവുന്നതാണ്. ഭയങ്കര ലാഗുണ്ട്, ഒക്കെ കാണാൻ കഴിയും, ഭയങ്കര ലാഗുണ്ട്. അപ്പോൾ ഈ പ്രിവ്യൂ റെസൊല്യൂഷൻ ബ്ലൂ കളർ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ സൈസ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ആൻഡ് ഇത് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു വീഡിയോനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെയുള്ള വീഡിയോ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ കണ്ടില്ല ഈ ഓപ്ഷൻസ് ഒക്കെ കാണും. പൊസിഷൻ, സ്കെയിൽ, ഇപ്പോൾ പൈവോട്ട്, നട്ട്. ഇതെന്ന് വെച്ചാൽ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറക്കാൻ വേണ്ടിയിട്ടും കൂട്ടാൻ വേണ്ടി ആവശ്യം. അതിൻ്റെ സൈസും പൊസിഷനും കാര്യങ്ങളൊക്കെ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ റൊട്ടേഷൻ, സൈസ് എനിക്കറിയാമല്ലോ, സാധാരണ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇനി അടുത്തത് ഇനിയും ഒരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കണം. തന്നെ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ആഡ് ചെയ്യും. ഞാനിപ്പോൾ ഫോട്ടോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ കഴിയും രണ്ടും ഒരുമിച്ചാണ് പ്ലേ ചെയ്യുന്നത്. കണ്ടില്ല, ഒന്നിൻ്റെ മുകളിൽ ഒന്നിനാണുള്ളത്. ഇതിങ്ങനെ അങ്ങോട്ട് നമുക്ക് പ്രിവ്യൂ പേജിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കാവുന്നതാണ്. കണ്ടില്ല, രണ്ടും ഒരുമിച്ചാണുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ടും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് വേറെ രീതിയിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യം ഫോട്ടോ വരണം, പിന്നെ വീഡിയോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫോട്ടോൻ്റെ ഇവിടെ ഒരു സൈഡിലായിട്ട് ഒരു ഓപ്ഷനിൽ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ടൈം ലൈൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ കാണാം ഈ ഫോട്ടോൻ്റെ ടൈം ലൈൻ കാണാം. അപ്പോൾ ഈ ഫോട്ടോൻ്റെ ടൈം ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഇമേജിൻ്റെ ഭാഗം ഞെക്കി പിടിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാം. അതെപ്പോഴും ആ ഒരു എന്താ പറയുക ഫസ്റ്റ് സൈഡായിരിക്കണം. എന്നിട്ട് വീഡിയോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വീഡിയോ എന്താ പറയുക ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കുക. ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് റൈറ്റിലോട്ടേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കണ്ടില്ല, ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സെലക്ട് കൊടുക്കുക. അപ്പോൾ കാണാൻ കഴിയും എന്താ പറയുക ആദ്യം എന്താ പറയുക ഒന്ന് ബാക്ക് അടിക്കുകയാണ്. ബാക്ക് ക്ലിക്ക് ചെയ്യേണ്ട, നിങ്ങൾ റൂട്ട് എന്ന ആവശ്യം അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഫോട്ടോ ആയിരിക്കും, പിന്നെ വീഡിയോ ആയിരിക്കും, വീഡിയോയിലേക്ക് പോകുന്നതായിരിക്കും. കണ്ടില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് കട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക ഇവിടെ വീഡിയോ ആണെങ്കിൽ വീഡിയോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വീഡിയോ ലെയറിൽ ഇവിടെ കാണാൻ ഈ വീഡിയോൻ്റെ ഒരു റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടില്ല. ഇവിടെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് കണ്ടില്ല, ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക ഒന്ന് പ്ലേ ചെയ്ത് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്തിട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കട്ട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ
പെട്ടെന്ന് പറഞ്ഞു തരാണ്. ഇവിടെ കട്ട് ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു കട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മോളിൽ 3 ഡോട്ട്സ് കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് എന്ന് കാണാം. ഡിലീറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ആവുന്നതാണ്. സോ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിലുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്ലസ് ഐ കാണാം. പ്ലസ് ഐ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കാണാം ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻസൊക്കെ. കളർ ഗ്രേഡിംഗ് ഉണ്ട്, കളർ കറക്ഷൻ ഉണ്ട്, ട്രൂലി ട്രാക്കിങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളുണ്ട്. കളർ ഗ്രേഡിംഗ് എന്ന് ഞാൻ ചെന്ന് കാണിച്ചു തരാം. ഇതാണ് കളർ ഗ്രേഡിങ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ സാധാരണ ഡാവിഞ്ചി റിസോൾവിലുള്ള ലൈക്ക് സംഭവങ്ങളൊക്കെയാണ്. കളർ വീൽസ് ഉണ്ട്, യു വേഴ്സസ് യു. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ലെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കൂടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ കുറേ കാര്യങ്ങൾ പറയുന്നില്ല. ഞാൻ ഇപ്പോൾ ഇത്രയൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഭയങ്കര ലാഗാണ്. നമുക്ക് ലാഗ് കുറക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എടുത്തോളൂ ഞാനത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ തന്നെ കുറേ നോക്കി നോക്കുക. ട്യൂട്ടോറിയൽസൊക്കെ യൂട്യൂബിലുണ്ടാവും. ഇനി ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് പരിചയപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ എടുത്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.